السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الموفين عهدا أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء. قال نبيكم صلى الله عليه وسلم: من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة خلفاء الراشدين المهديين وعضوا عليها بالنواجذ. ما لي ملاذ ولا ذخر ألوذ به ولا عماد ولا حرص سوى الله أرجوه سبحانه ألا تخيبني لنا فحسبي ما أرجوه في الله. അനുഗ്രഹീതമായ ഈ സദസ്സിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രാസ്ഥാനിക നായകന്മാർ നിറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരും കേരള മുസ്ലിം ജമാഅത്തും അടക്കമുള്ള അഹ്ലുസുന്നയുടെ പ്രസ്ഥാനത്തിന് സംസ്ഥാന തലത്തിൽ നേതൃത്വം നൽകുന്നവരാണ്. അള്ളാഹു നമ്മുടെ ഈ നേതൃത്വത്തിനെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരളത്തിലെ 150 കേന്ദ്രങ്ങളിൽ ആദർശ സമ്മേളനങ്ങൾ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുക്കം സോൺ ആദർശ സമ്മേളനത്തിൽ പ്രസിദ്ധമായ കൊടിയത്തൂർ എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് നാം സംഗമിച്ചിരിക്കുന്നത്. വർത്തമാന സാഹചര്യങ്ങളുടെ സംഭവവികാസങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് ഗുരുതുല്യനായ പ്രിയപ്പെട്ട എൻ.എം. സ്വാദിഖ് സഖാഫി അർത്ഥഗർഭമായൊരു പ്രഭാഷണം ഇവിടെ നടത്തിക്കഴിഞ്ഞു. ആ പ്രഭാഷണത്തിന്റെ അവസാനം ഭീകരവാദത്തിന്റെ പേരിൽ നമ്മുടെ അയൽ രാജ്യത്തിൻ്റെ ദുഷ്പ്രവർത്തനത്തിൻ്റെ പേരിൽ ലോക മുസ്ലിമിൻ്റെ ഇടയിൽ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിലൂടെ ഉസ്താദ് സഞ്ചരിക്കുകയുണ്ടായി. ഏതൊരു ഭീകരവാദത്തിൻ്റെയും മതത്തിൻ്റെ പേരുള്ള ഭീകരവാദത്തിൻ്റെ അടിവേര് ചെന്നെത്തുന്നത് വഹാബി പ്രസ്ഥാനത്തിലാണ് എന്നത് ഒരു വസ്തുത കൂടി നാം കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരു കലുഷമായ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പ്രസിദ്ധമായ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആദർശ സമ്മേളനങ്ങൾ എന്തിനു നടത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ വർത്തമാന സാഹചര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പവിത്രമായ ആദർശങ്ങൾ ജനമനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി, യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വ്യാജ വസ്തുക്കൾ വിപണി വായുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഡ്യൂപ്ലിക്കറ്റുകൾ സർവ്വസജീവമാണ്. എത്രത്തോളം നാം കയ്യിൽ കെട്ടിയ റാഡോ വാച്ചിനേക്കാൾ പവറും പകിട്ടുമുള്ള റാഡോ വാച്ചുകൾ ഡ്യൂപ്ലിക്കറ്റ് ഇന്ന് വിപണിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ രൂപത്തിൽ ഏതൊരു വസ്തുവിനെ എടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം വ്യാജ വസ്തുക്കൾ സർവ്വവ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒറിജിനൽ വസ്തുവിനെ പരിചയപ്പെടുത്തലും അതിൻ്റെ അടയാളങ്ങളെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കലും ഒരു ബിസിനസ് നടത്തുന്നവൻ അനിവാര്യമാണ് എന്ന് നമുക്കറിയാം. നിങ്ങളൊക്കെ ടൗണുമായി ബന്ധപ്പെടുന്നവരാണ്, വിവിധങ്ങളായ സാധനങ്ങൾ വാങ്ങുന്നവരാണ്. നമ്മളൊക്കെ ഒറിജിനൽ തിരിച്ചറിയുവാനുള്ള അടയാളങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് കാര്യം മനസ്സിലാക്കി നാം വാങ്ങുന്ന സാധനത്തിന്റെ ഒറിജിനാലിറ്റി സ്ഥിരപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നതുപോലെ തന്നെയാണ്
പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുമ്പോൾ ആ പ്രസ്ഥാനങ്ങളുടെ വഴിപിഴച്ച ചിന്താധാരയെക്കുറിച്ച് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പവിത്രമായ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ കേരളക്കരയിലേക്ക് വന്നിട്ടില്ല. KL 84 60 75 കാറ് പെട്ടെന്ന് മാറ്റിക്കൊടുക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ കേരളക്കരയിലേക്ക് വിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നേരിട്ട് വന്നിട്ടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പുണ്യപ്രവാചകന്റെ പ്രസിദ്ധമായ പ്രചോദനത്തിന്റെ ഒരു പ്രഭാഷണമുണ്ട്. ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നിന്റെ കാരണം കൊണ്ട് ഒരാൾ സന്മാർഗത്തിന്റെ സരണിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചമാസകലം നിനക്ക് നേടുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഉദ്ഘോഷിച്ചപ്പോൾ, അവരോട് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ അത് വിപ്ലവം തീർക്കുകയാണ്. പുണ്യപ്രവാചകന്റെ സ്വഹാബത്ത് ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് സഞ്ചരിച്ചു. നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്, ഇന്ന് മക്കയിലും മദീനയിലും മറവിട്ട് കിടക്കുന്ന സ്വഹാബത്തിന്റെ എണ്ണം വളരെ തുച്ഛമാണ്. മറ്റു സ്വഹാബത്തെല്ലാം ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി പോയി. നമ്മുടെ കേരളക്കരയിലേക്ക് ആർത്തിരമ്പുന്ന തിരമാലകൾ മുറിച്ചു കടന്നുകൊണ്ട് സ്വഹാബത്തിനെ വഹിച്ചുകൊണ്ടുള്ള പായക്കപ്പലുകൾ കേരളത്തിന്റെ വിരിമാറിൽ അണഞ്ഞതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ ദീൻ കേരളക്കരയിൽ എത്തിയത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്വഹാബത്താണ് നമ്മുടെ പ്രമാണം. അവര് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചു. പ്രവാചകനെ കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കി അവിടുത്തെ ജീവിതത്തെ ആവാഹിച്ചെടുത്ത് ആ പുണ്യപ്രവാചകന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ജീവിതത്തിൽ പകർത്തിയിട്ട് ഇസ്ലാമിക വൽകൃത ജീവിതം സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത് സമൂഹത്തിനെ സത്യത്തിന്റെ പാന്താവിലേക്ക് ക്ഷണിക്കുകയാണ് സ്വഹാബത്ത് ചെയ്തിരുന്നത്. നാം ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യം പ്രമാണം മനസ്സിലാക്കുമ്പോൾ, ആദർശം മനസ്സിലാക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായി നമ്മുടെ മനസ്സിന്റെ ഭിത്തിയിൽ കൊത്തിവെക്കേണ്ട വളരെ പ്രസിദ്ധമായ ചരിത്രമാണ് കേരളത്തിൽ ഇസ്ലാമെത്തിയ സ്വഹാബത്തിന്റെ ചരിത്രം. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ലോകത്തിന്റെ നാനാദിക്കുകളിലും സ്വഹാബത്ത് വിശുദ്ധ ദീൻ പ്രചരിപ്പിച്ചു. ആ പ്രചരിപ്പിച്ച ദീൻ ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹം ജീവിച്ചു വന്നു. മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നതയില്ല, തർക്കങ്ങളില്ല, പഴിചാരനില്ല, ആരോപണ പ്രത്യാരോപണങ്ങളില്ല. ഒരൊറ്റ ജനതയായിക്കൊണ്ട് ഐക്യത്തോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല പല പ്രസ്ഥാനങ്ങളും വന്നു. അക്കൂട്ടത്തിൽ വഹാബി പ്രസ്ഥാനം ഉദയം ചെയ്തു. ഏതൊരു പുതിയ പ്രസ്ഥാനം രംഗത്ത് വരുമ്പോഴും അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു പരമമായ സത്യമുണ്ട്. ആ രംഗത്ത് വരുന്ന വ്യക്തിയുടെ പിതാവോ അല്ലെങ്കിൽ ഗുരുനാഥനോ ഈ വ്യക്തിയോട് നല്ല നിലക്ക് ഉപദേശിച്ചിട്ടുണ്ടാകും. അതിനെയൊക്കെ ധിക്കരിച്ചുകൊണ്ടായിരിക്കും പുതിയ ആശയവുമായി രംഗത്ത് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് വഹാബി പ്രസ്ഥാനവുമായി രംഗപ്രവേശനം ചെയ്ത സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ പിതാവ് വളരെ വേദനിച്ചു. ഇബ്നു അബ്ദുൽ വഹാബ് രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത്, ആ കാലഘട്ടം വരെ ജീവിച്ച മുസ്ലിം സമൂഹം വഴിപിഴച്ചു പോയി എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് രംഗത്ത് വരുന്നത്. ആ സമയത്ത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ പിതാവ് തന്റെ മകൻ ഒരു കത്തെഴുതിയത് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാമ സൈനി ദഹ്ലാൻ അടക്കമുള്ളവർ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ കത്തിൽ പിതാവ് മകനോടൊരു കാര്യം പറഞ്ഞു, മോനെ, വലാ സബീല ലക ഇലാ തക്ഫീരി സവാദിൽ അഅ്ലമി മിനൽ മുസ്ലിമീൻ, നീ മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷത്തെ കാഫറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. എന്നാൽ നിനക്കതിനൊരു മാർഗവുമില്ല, ഒരു തെളിവുമില്ല. വഅൻത ശാദ്ദും മിന സവാദിൽ അഅ്ലം, ഈ ബഹുഭൂരിപക്ഷത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ടവനാണ്. അതുകൊണ്ട് ഫനിസ്ബത്തുൽ കുഫ്രി ഇലാ മൻ ശദ്ദ അഖ്റബു ലിഅന്നഹു തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ,
ഈ കത്ത് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്താണതിൽ പറഞ്ഞത്? ഈ കുഫറിനെ ചേർക്കൽ നിന്നോട് ചേർക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നീ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മുഅ്മിനീങ്ങളുടെ പരിശുദ്ധമായ മാർഗമല്ലാത്ത ഒരു മാർഗത്തെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ നിനക്ക് യാതൊരു വകുപ്പുമില്ല എന്ന് ഇബ്നു അബ്ദുൽ വഹാബിനോട് പിതാവ് പറഞ്ഞത് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളക്കരയിലും നമ്മളൊന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ദീൻ കൊണ്ടുവന്നു. അവർ പള്ളികൾ നിർമ്മിച്ച് വിശുദ്ധ ദീനിന്റെ ഇബാദത്തുകൾ അവർ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും അങ്ങനെ തുടങ്ങി നമ്മുടെ ഇബാദത്തുകൾ, ആരാധനകളുടെ രീതിശാസ്ത്രത്തെ സമൂഹത്തിന് പകർന്നു കൊടുത്തത് സ്വഹാബത്ത് നിർമ്മിച്ച പള്ളികളിലൂടെയാണ്. ആ പാരമ്പര്യം മുസ്ലിമീങ്ങൾ കയ്യേറ്റെടുത്തു, അവരതിനെ സ്വീകരിച്ചു. പവിത്രമായ പാരമ്പര്യത്തിലൂടെ കേരളത്തിലെ മുസ്ലിം സമൂഹം ജീവിച്ചു കൊണ്ടുവരുമ്പോഴല്ലേ 1921 ദുഃഖകരമായ സാഹചര്യം. ദുഃഖകരം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാം. മലബാർ കലാപത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ കബന്ധങ്ങൾ കുന്നുകൂടിയ കണ്ണുനീരിന്റെ കഥകൾ പറയുന്ന മലബാറിന്റെ കലാപ കാലഘട്ടത്തിലാണ് പുതിയ പേരിൽ വഹാബി പ്രസ്ഥാനം രംഗത്ത് വരുന്നത്. അവര് വന്നുകൊണ്ട് ചെയ്തതും ഇതേ രൂപത്തിലുള്ള പ്രവർത്തനമാണ്. അവര് മുസ്ലിമീങ്ങളെ കാഫറാക്കിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഇത്രയും കാലം ജീവിച്ചു വന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരാരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. നാം മനസ്സിലാക്കണം, ഇത് വഹാബി പ്രസ്ഥാനം അവരുടെ ഗ്രന്ഥങ്ങളിൽ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആദർശ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ചിലരൊക്കെ സംശയത്തോടുകൂടെ നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇക്കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, വഖഫ് ഒരു പ്രതിസന്ധിയാകുമ്പോൾ, പാകിസ്ഥാനുമായി യുദ്ധം നടക്കുമ്പോൾ, മുസ്ലിം സമൂഹം പ്രതിസന്ധിയുടെ സഞ്ചാരപഥത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇതുപോലുള്ളത് പറയുന്നത് എന്ന് സംശയത്തോടെ ചോദിക്കുന്നവർ നമ്മുടെ മുന്നിലുണ്ടാകും. ഇവിടെയാ നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടികളുടെ നിറത്തിനനുസരിച്ചുള്ള മാറ്റം പോലെയല്ല ആദർശ വിജയത്തിലുള്ള വ്യതിയാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നി സമൂഹത്തെ മൊത്തം കാഫറാക്കിയിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ രംഗത്ത് വന്ന് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. കെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സെൽസബീലിൽ 1999 ഫെബ്രുവരി മാസത്തിൽ എഴുതി, സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. നരകത്തിന്റെ നടുവിലേക്ക് ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുവിൻ, അസ്ലിമു തസ്ലമു എന്ന് 1999 ഫെബ്രുവരി മാസത്തിലെ സെൽസബീലിൽ ഉമർ മൗലവി എഴുതുകയുണ്ടായി. ഞാൻ പറയുന്നത്, വഹാബി പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ പേരിൽ രംഗത്ത് വന്ന് അവർ ഈ സമൂഹത്തിന് ചെയ്ത ഒരു വലിയ അപരാധമാണ് മുസ്ലിം സമൂഹം വഴിപിഴച്ചവരാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ ഓരോ ആചാരങ്ങളെ കുറിച്ച് സവിസ്തരം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ ഓരോ ആചാരങ്ങളുടെ പേരിൽ മുസ്ലിം സമൂഹത്തെ കാഫറാക്കിക്കൊണ്ട് ഒരു മൗലവി പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം മുശ്രിക്കുകൾ എന്നാണ് സുന്നി സമൂഹത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സുന്നി സമൂഹം എന്ന് പറഞ്ഞത് 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആ പണ്ഡിത ശിരോമണികളുടെ ശിഷ്യന്മാരാണ് ലോകത്തുള്ള ഹദീസിന്റെ പണ്ഡിതന്മാരെല്ലാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അബൂദാവൂദും തുർമുദിയും നസായിയും അടക്കമുള്ളവർ ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യുന്നവരാണ്. അങ്ങനെ നമ്മൾ ആ ശൃംഖലയെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ ഉറക്ക സ്വലാത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിയുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്തു വരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ആ പവിത്രമായ പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ആ സുന്നികളെ പറ്റിയിട്ട് ഒരു മൗലവി പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. ഇവിടെ
നാം മനസ്സിലാക്കണം, മുശ്രിക്കുകളായ സുന്നി സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തു മനസ്സിലാക്കരുത്? ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തൊരുമിച്ച് കൂടിയവർ എന്ന് മനസ്സിലാക്കരുത്. സുന്നി സമൂഹം എന്ന് പറഞ്ഞാൽ ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾപ്പെട്ടും അതുപോലെ തന്നെ എല്ലാ ഹദീസിന്റെ പണ്ഡിതന്മാരും വരും. അവർക്ക് മുശ്രിക്കുകളാണ് എന്ന ഒരു വലിയ ഒരപരാധം മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ പേരിൽ വന്ന് സമൂഹത്തിന്റെ മേൽ കെട്ടിവെച്ചു. എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് പറയാനുള്ള കാരണം? എന്താണ് മുശ്രിക്ക് എന്ന് പറയാൻ കാരണം? നമ്മളൊക്കെ മഹാന്മാരായ ഔലിയാക്കളോട് അവരോട് ഇസ്തിഗാസ നടത്തുന്നവരാണ്, തവസ്സുൽ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ ബദരിയത്ത് ചെല്ലുന്നവരാണ്, കുത്തുബിയത്ത് ചെല്ലുന്നവരാണ് എന്നതിന്റെ പേരിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ, അവിടുത്തെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അതിൽ തെളിവ് നമുക്ക് കണ്ടെത്താൻ കഴിയും. നാം മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസം എന്താണ്? വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എല്ലാം തീരുമെന്നാണോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കണം. നമ്മൾ ആലോചിക്കണം, മരിച്ചാൽ എല്ലാം തീരുമെന്ന് പറയുന്നത് നിരീശ്വരവാദിയുടെ വിശ്വാസമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞത് നാം മനസ്സിലാക്കണം, മരണത്തോടുകൂടെ ഒരു മനുഷ്യന് പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. അൽ മൗതു ലൈസ ബിഅദ്മി മഹ്ദിൻ വലാ ഫനാഉ സർഫ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തദ്കിറയിൽ പറയുന്നു, മരണമെന്നത് നാശമല്ല, ഇല്ലായ്മയല്ല, വലാകിൻ തന്തഖിലു ഹാലും മിൻ ഹാൽ, ഒരു അവസ്ഥ മറ്റൊരവസ്ഥയിലേക്ക് മാറല. അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം അങ്ങാടിയിലൂടെയൊക്കെ നടക്കുന്ന ആളാണ്. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല, പക്ഷേ രൂഢമൂലമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു, ഖബറിൽ കൊണ്ടുപോയി വെച്ചു. അദ്ദേഹത്തോട് മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഹദീസിലുള്ളത് മൻ റബ്ബുക എന്ന് തന്നെയാണ്. അതെല്ലാവരോടുമുള്ള ചോദ്യം അങ്ങനെ തന്നെയാണ്. അതിന് മറുപടി പറയുമെന്ന് ഹദീസിൽ തന്നെ കാണാം. മുഅ്മിനാണെങ്കിൽ അല്ലാഹു റബ്ബി, അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഖബറിൽ വെച്ച് മറുപടി പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ എന്ന് ഇപ്പോൾ പറഞ്ഞതിൽ നമ്മെ വിമർശിക്കുന്നവർ കൂടെ പെടുന്നുണ്ട്. അവരും ഇത് അംഗീകരിക്കുന്നുണ്ട്. മരണത്തോടുകൂടെ ഒരു മനുഷ്യന്റെ കഴിവ് മുറിഞ്ഞു പോകുന്നില്ല, അവന്റെ റൂഹിന് ഖുവത്തുണ്ട്, ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. എത്രത്തോളം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരാൾ ഖബറിന്റെ പരിസരത്ത് നടന്നു പോകുമ്പോൾ, ഖബർ മറമാടിയിട്ട് നടന്നു പോകുന്നവന്റെ ചെരുപ്പിന്റെ ശബ്ദം വരെ ഖബറാളി കേൾക്കുമെന്ന് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, മരണപ്പെട്ടാൽ സാധാരണ മനുഷ്യന് തന്നെ അള്ളാഹു കഴിവ് കൊടുക്കും എന്നതിൽ മുഅ്മിനായ മനുഷ്യന്, അല്ല ഒരു മുസ്ലിമിന് തർക്കിക്കാൻ വകുപ്പുണ്ടോ? ഒരിക്കലുമില്ല, തർക്കിക്കാൻ വകുപ്പില്ല. ഇവിടെയാണ് ഇനി നമ്മൾ ഔലിയാക്കളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഔലിയാക്കൾ സാധാരണക്കാരല്ല, അമ്പിയാക്കൾ സാധാരണ മനുഷ്യരെ പോലെയല്ല. അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ജീവിതകാലത്ത് കറാമത്തുണ്ടെങ്കിൽ മരണശേഷവും കറാമത്തുണ്ടാകും. ജീവിതകാലത്ത് മുഅ്ജിസത്തുണ്ടെങ്കിൽ മരണശേഷവും മുഅ്ജിസത്തുണ്ടാകും. ഇത് ഞാൻ വെറുതെ പറയുന്നതാണോ? ഒരിക്കലുമല്ല. അൽ വിലായത്തു വൽ കറാമ എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാർ എഴുതിയ കിതാബിലും അവരുടെ അൽ വിലായത്തു വൽ കറാമയിലും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അം ഹസിബല്ലദീന ജതറഹുസ്സയ്യാതി അൻ നജ്അലഹും കല്ലദീന ആമനുല്ലദീന വഅമിലുസ് സ്വാലിഹാത്ത് സവാഉൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അതിക്രമം പ്രവർത്തിച്ചവർ വിചാരിക്കുന്നുണ്ടോ അന്നജഅലഹും, നമ്മൾ അവരാക്കുമെന്ന്, കല്ലദീനാമനു, യഥാർത്ഥ വിശ്വാസികളെ പോലെ. യഥാർത്ഥ വിശ്വാസികൾ അമ്പിയാക്കളും ഔലിയാക്കളുമാണ്, വിശ്വാസത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള മഹാന്മാർ. എന്താ അവരുടെ പ്രത്യേകത? സവാഉൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാണ്. ജീവിതവും മരണവും സമമാണെന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിൽ? മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അനേകം തഫ്സീറുകളിൽ കാണാം, ഫിൽ ബഹ്ജത്തി വൽ കറാമത്തി, അള്ളാഹു കൊടുക്കുന്ന കറാമത്ത്,
ജീവിതകാലത്ത് മുഹയ്യദ്ദീൻ ശൈഖിന് കറാമത്തുണ്ടെങ്കിൽ മരണശേഷവും ഉണ്ടാകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതകാലത്ത് മുഅ്ജിസത്തുണ്ടെങ്കിൽ മരണശേഷം ഉണ്ടാകും. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അങ്ങനെയുണ്ടാകും. ജീവിതകാലത്ത് അല്ലാഹുവിന്റെ റസൂല് സഹായിക്കാൻ മുത്തുനബിക്ക് കഴിയുമെങ്കിൽ ആ പുണ്യപ്രവാചകന്റെ ചാരത്തേക്ക് സഹായം ചോദിച്ച് സ്വഹാബത്ത് വന്നപ്പോൾ പ്രശ്നം പരിഹരിച്ചു കൊടുത്തെങ്കിൽ മരണശേഷവും അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ കിടക്കുമ്പോൾ അവരെ സഹായിക്കും എന്നത് സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്, അവരത് ചെയ്തിട്ടുണ്ട്. കാരണം മുഹയ്യദ്ദീൻ ശൈഖ് സഹായിച്ചാലും അള്ളാഹുവിന്റെ റസൂൽ സഹായിച്ചാലും അമ്പിയാക്കൾ സഹായിച്ചാലും ഔലിയാക്കൾ സഹായിച്ചാലും എല്ലാം ജഗനിയന്താവും സർവാധിപനും സർവലോക രക്ഷിതാവുമായ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് ഈ സഹായമെല്ലാം മിനല്ലാഹിൽ വാഹിദിൽ ഖഹാർ, അടക്കി ഭരിക്കുന്ന ലോകാധിപനായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഏതൊരു മുസ്ലിം വിശ്വസിക്കുന്നു. അതുകൊണ്ട് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടം അൽ ബിദായത്തു വൻ നിഹായ അതിന്റെ 7-ാം വാള്യം 199-ാമത്തെ പേജിൽ പറയുന്നു, റവബ്നു അബീ ശൈബ ബിഇസ്നാദിൻ സ്വഹീഹിൻ. ഇബ്നു അബീ ശൈബ സ്വഹീഹായ ഇസ്നാദ് കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സ്വീകാര്യയോഗ്യമാണ്. അതിൽ വഹാബിക്ക് തർക്കിച്ചു മാറി നിൽക്കാൻ വകുപ്പില്ല, ജമാഅത്തുകാരന് നിഷേധിക്കാൻ വകുപ്പില്ല, വഹാബികളുടെ 8 അല്ലെങ്കിൽ 10 ഗ്രൂപ്പിലെ ആർക്കും നിഷേധിക്കാൻ വകുപ്പില്ല. സ്വഹീഹായ ഹദീസ് തെളിവായി വന്നാൽ തള്ളാൻ പറ്റില്ലെന്ന് വഹാബികൾ പറയുന്നുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ കെണിവലയിൽ പെറ്റുപോയവരുണ്ടെങ്കിൽ വിനയാന്വിതനായിട്ട് ഞാൻ ഈ ഹദീസിനെ കുറിച്ച് ചോദിക്കുന്നു. നിങ്ങൾ ഈ ഹദീസ് ഒന്ന് മനനം ചെയ്യണം. നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കണം, ഇതൊക്കെ സത്യമല്ലേ എന്ന്. അതാ ഇമാം അൽ ബിദായത്തു വൻ നിഹായയിൽ പറയുന്നു, മിൻ റിവായത്തി അബീ സ്വാലിഹ് സമ്മാൻ അൻ മാലിക് ഇദ്ദാർ വകാന ഖാസിൻ ഉമർ ഖാല അസ്വാബ الناس كهت في زمن عمر فجاء رجل الى قبر النبي صلى الله عليه وسلم فقال يا رسول الله استسقي لامتك فانهم قد هلكوا فاتى الرجل في المنام فقيل له ائت عمر فقرأه مني السلام واخبرهم انهم مسكون. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ ഈ ഹദീസിൽ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ഖബറിലേക്ക് ഒരു സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ മഴ കിട്ടാതെ ബുദ്ധിമുട്ടായപ്പോൾ പ്രവാചകന്റെ ഖബറിടത്തിൽ വരുന്നു. അള്ളാഹിന്റെ റസൂലിനോട് നേരിട്ട് ആവശ്യപ്പെടുന്നു, ഇസ്തസ്ഖി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന് മഴ വർഷിപ്പിച്ചു തരണം നബിയെ, ഫഇന്നഹും ഖദ് ഹലകു, അവർ നാശത്തോടടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു. അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബി അവിടെ നിന്നതാ കിടന്നുറങ്ങുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലണം, എന്നിട്ട് മഴ വർഷിക്കുമെന്ന്, മഴ കിട്ടുമെന്ന് പറയണം എന്ന്. ഈ ഹദീസ് സ്വഹീഹായ സനദോടുകൂടെയാണെന്ന് അൽ ബിദായത്തു വൻ നിഹായ ഇബ്നു കസീർ അതിന്റെ 7-ാം വാള്യം 191-ാമത്തെ പേജിൽ പറയുന്നു. പറഞ്ഞു വന്ന വിഷയം ഈ ഇസ്തിഗാസയുടെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മയൊക്കെ കാഫറാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം അത് അതിരുകൾ വിട്ട് എവിടെ എത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴടുത്തൊരു മൗലവി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? സുന്നികളുടെ പള്ളികൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ 99% പള്ളികളും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയാദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന നേതാക്കന്മാരുടെ കീഴിലാണ്. ആ പള്ളികളിൽ നിൽക്കുന്ന ഇമാം ഒരു പൂജാരിയാണ്. പൂജാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഈ പള്ളി ഒരു അമ്പലമായി കണക്കാക്കാൻ പറ്റൂ എന്നൊരു മൗലവി പ്രസംഗിച്ചിട്ട് ആ മൗലവി പറയുകയാണ്, ഒരമ്പലവും അതുപോലെ തന്നെ പൂജാരിയുമാണ് എന്ന് പറയുന്നത് ഏത് പള്ളികളെ കുറിച്ചാ? കേരളത്തിൽ എത്രയോ പള്ളികൾക്ക് ഖാദിമാരുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് എത്രയോ പള്ളികൾക്ക് ഖാദിയാണ്. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഖാദിയാണ്. അതുപോലെ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖാദിയായ പള്ളിയുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖാദിയായ പള്ളികളുണ്ട്. ആ പള്ളികളെ എല്ലാം എണ്ണിയിട്ട് സുന്നികളുടെ പള്ളി എണ്ണിയിട്ട് അദ്ദേഹം പറയുന്നു, ഈ പള്ളിയൊക്കെ അമ്പലമായതുകൊണ്ട് തന്നെ അതിലുള്ളവർ പൂജാരിയാണ്. ആ പൂജാരിയെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പച്ചക്കൊരു മൗലിക പ്രസംഗം നിങ്ങൾ കേൾക്കാം.
പിന്നെ ഇങ്ങനെ മുസ്ലിമിനെയാണ് ഈ വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോക്കും. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇദാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ഈ ഖുത്ബിയത്ത് എന്ന് പറഞ്ഞാൽ? ഖുത്ബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു മജ്ലിസാണത്. ആളുകൾ ഒരുമിച്ച് കൂടും, ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കും, പിന്നെ അത് കഴിഞ്ഞ് ഖുർആൻ ഓതും, ഫാത്തിഹ ഓതും, പിന്നീട് ദുആ ചെയ്യും. പിന്നീട് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള അവിടുത്തെ ബൈത്തുകൾ പാടും, അവരെ വിളിച്ച് ഇസ്തിഗാസയും തവസ്സുലും ചെയ്യും. ഈ ഒരു പ്രവർത്തനമാണ് ഖുത്ബിയത്ത് എന്ന് പറയുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, ഖുത്ബിയത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ أرحم وابتعدت أنا فأسرع شيء غارة الله يا غارة الله حث السير مسرعة في حل عقدتنا يا غارة الله. ഖുത്ബിയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന ബൈത്താണിത്. എന്താ അതിന്റെ അർത്ഥം? കുടുംബ ബന്ധത്തിന്റെ സഹായങ്ങളെല്ലാം വിദൂരത്തായാൽ ഞങ്ങളെ തൊട്ട് പിന്നെ ഞങ്ങൾക്കുള്ളത് എന്താ? വാറത്തുല്ലാഹി, അള്ളാഹുവിന്റെ സഹായമാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായമേ ഞങ്ങൾക്ക് ഉളരി വരണം എന്ന് അള്ളാഹുവിനെ വിളിച്ച് ചോദിച്ചുകൊണ്ട് ആ ഖുത്ബിയത്ത് തുടങ്ങുന്നത്. പിന്നെ അതിൽ ഹാജത്തിന്റെ നിസ്കാരമുണ്ട്, തവസ്സുലുണ്ട്, ഇസ്തിഗാസയുണ്ട്. അതാരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബി, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അള്ളാഹിനോട് ദുആ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ ക്ഷമിച്ചോ, അതാ നല്ലത്. വീണ്ടും വീണ്ടും ഈ സ്വഹാബി പോകുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനൊരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. അതൊരു പ്രത്യേകതയുള്ള ദുആയാണ്. നീ പോയിട്ട് വുളൂ ചെയ്യണം, സുമ്മ സ്വല്ലി റക്അത്തൈൻ, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കണം. അതാണ് ഹാജത്ത് നിസ്കാരം. സുമ്മ ഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളിയ ലീ. എന്താ പറഞ്ഞത്? വുളൂ ചെയ്ത് ഹാജത്തിന്റെ നിസ്കാരം. ഖുത്ബിയത്ത് നടത്താൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ വുളൂ ഉണ്ടാകും, എന്നിട്ട് ഹാജത്തിന്റെ നിസ്കാരം നമ്മൾ നിസ്കരിക്കും. പിന്നീട് നമ്മൾ അവിടെ തവസ്സുലും ഇസ്തിഗാസയും നടക്കുന്നുണ്ട്. അതാ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സുമ്മ ഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളിയ ലീ. അതിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഇടയാളാക്കുന്നു. അതിനുശേഷം റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നു, യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുന്നു. ഈ ദുആ ചിലപ്പത് കേൾക്കുന്ന വഹാബി ഇപ്പൊ മനസ്സിലൊരു മറുപടി കുറിച്ചു വച്ചിട്ടുണ്ടാകും. എന്താ? അത് പ്രവാചകന്റെ ജീവിതകാലത്ത് തിരുനബിയുടെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞ സംഭവമല്ലേ? അല്ല, മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോൾ ഇതുപോലെ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത ഒരാൾ വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇതേ ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിൽ അല്ലാഹുവിന്റെ റസൂലിനെ തവസ്സുലാക്കലുണ്ട്, മുത്തുനബിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യലുണ്ട്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നടപ്പാക്കിയ കാര്യമാണ്. സ്വഹാബത്ത് പഠിപ്പിച്ചു, താബിയുകൾ പിന്തുടർന്നു, താബിയു താബിയങ്ങൾ തുടർന്നു വന്നു. ഈ 1000 ഇത്രയും നൂറ്റാണ്ടുകൾ വരെ മുസ്ലിം
മുസ്ലിം സമൂഹം തർക്കമില്ലാതെ തുടർന്നു വരുന്ന ഒരു നല്ല കർമ്മമാണ് അള്ളാഹുവിനോടുള്ള ദുആയിൽ തവസ്സുലും ഇസ്തിഗാസയും അടങ്ങുന്ന ദുആ എന്നുള്ളത്. അതിന്റെ പേരിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ പള്ളികളൊക്കെ അതൊക്കെ അമ്പലാണെന്നൊരു മൗലവി പ്രസംഗിച്ചത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയെ പറ്റി ഇയാൾ എന്ത് പറയേണ്ടി വരും? സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലല്ലേ ഇസ്തിഗാസ നടന്ന സംഭവം അൽ ബിദായത്തു വൻ നിഹായയിലുള്ളത്. അതുപോലെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി എൻ്റെ പ്രിയപ്പെട്ട എന്നെ ശ്രവിക്കുന്ന ബിദഈകളുടെ കെണിവലയിൽ പെട്ടുപോയവർക്ക് വേണ്ടി മാത്രം ഈ വിഷയത്തിൽ ഒരു തെളിവ് ഞാൻ പറയുന്നു. ഇബ്നു തൈമിയ്യ അംഗീകരിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. മുജാഹിദിലെ 8 ഗ്രൂപ്പും ഇബ്നു തൈമിയ്യ അംഗീകരിക്കും. ഇബ്നു തൈമിയ്യ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ സ്രോതസ്സാണെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു വകദാലിക സുആലു ബഅദിഹിം ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി ഹാജതഹു. ഇപ്രകാരം തന്നെ ചിലർ റസൂലുള്ളാഹിയോട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചു, മറ്റുള്ളവരോടും സഹായം ചോദിച്ചു. ഫതുഖ്ലാലഹു, അവർക്കതിന് ഉത്തരവും നൽകപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ജാഅ റജുലുൻ ഇലാ ഖബറിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബറിടത്തിലേക്ക് ഒരാൾ നടന്നു വന്ന് മഴയെ ചോദിച്ചു, ഉത്തരം കിട്ടി എന്നതും ഖദ് വഖഅ കസീറൻ, അങ്ങനെ എത്രയോ സംഭവിച്ചിട്ടുണ്ട്. ഖദ് വഖഅ കസീറൻ. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ 407-ാമത്തെ പേജ്. ഞാൻ എന്തിനാ ഈ തെളിവ് കൂടെ ഇവിടെ പറഞ്ഞത്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൊടിയത്തൂരിലുള്ള ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ജമാഅത്തുകാരനുണ്ടെങ്കിൽ, തബ്ലീഗിന്റെ കെണിവലയത്തിൽപ്പെട്ടു പോയവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അംഗീകരിക്കില്ലേ ഇബ്നു തൈമിയ്യയെ? ഇബ്നു തൈമിയ്യയുടെ വാക്ക് കളവാണെന്ന് പറയുന്നത് ഖുർആൻ കളവാണെന്ന് പറയുന്നതിന്റെ തുല്യമായ വാദമാണെന്ന് ശബാബിൽ എഴുതിയിട്ടുണ്ട്. ആ ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കിതാബ് എൻ്റെ കയ്യിലുണ്ട്. ആ കിതാബിൽ ഇബ്നു തൈമിയ്യ പറയുന്നു, റസൂലുള്ളാഹിയുടെ പരിശുദ്ധ റൗള ശരീഫിൽ ചെന്ന് ഇസ്തിഗാസ ചോദിച്ച് ഉത്തരം കിട്ടിയ സംഭവം ശരിയാണ്. ഖദ് വഖഅ കസീറൻ, അധികരിച്ചും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നു. ഇത്ര വലിയ അംഗീകാരമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഒരു മൗലവി പുലമ്പുന്നത് ഇത് പൂജാരിയുടെ പ്രവർത്തനാണ്. റളിയല്ലാഹു അൻഹു ചെയ്യുന്നു, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്യുന്നു. എത്രയാണ് സംഭവം കണ്ടില്ലേ? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഒന്നുറക്ക സ്വലാത്തിൽ നമ്മ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ മുത്തുനബിയുടെ റൗളയിൽ ചെന്നു. യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയെ, അങ്ങയുടെ അഭയം പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. യാ മാലികി കുൻ ശാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറും ഫിൽ വറാ ലിഗിനാക. എൻ്റെ ഉടമസ്ഥനായ നബിയെ, അങ്ങനെക്ക് ഇല്ലായ്മയിൽ ശുപാർശകനാവണം. ഞാൻ അങ്ങയോട് അതിനാവശ്യപ്പെടുന്നു. യാ അക്റമസ്സകലൈനി യാ കൻസൽ വറാ ജുദിലി ബിജൂദിക അർളിനി ബിരിളാക എന്ന് തുടങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ പരിശുദ്ധ ഖബറിടത്തിൽ ചെന്ന് മുത്തുനബിയോട് ഇസ്തിഗാസ നടത്തി. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാടിയിട്ട് ദുആ ചെയ്തത് ഖൈറാത്തുൽ ഹിസാൻ എന്ന് പറഞ്ഞ കിതാബിലുണ്ട്. ഞാൻ മനസ്സിലാക്കണം, ഇങ്ങനെ മഹാന്മാരെല്ലാം ചെയ്ത ഇസ്തിഗാസ തവസ്സുല്, അതിന്റെ പേരിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ മുസ്ലിം സമൂഹത്തെ കാഫറാക്കുന്നത്. പിന്നെ ഒരു പ്രധാന വിഷയം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മഖ്ബറകളിലേക്ക് പോകും. ഒരു വിഷയം വന്നാൽ നമ്മൾ മഖ്ബറയിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാനതിന് തെളിവ് പറയുന്നതിന് മുമ്പ് ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. എന്താണ് പറയണമെന്നറിയോ? ദർഗയിലേക്ക് പോകൽ, വേശ്യാലയത്തിലേക്ക് പോകൽ. ഇവിടെ ഞാൻ പറഞ്ഞു, അബൂ ഹനീഫ ഇമാം
അള്ളാഹുവിന്റെ റസൂലിന്റെ ദർഗയിലേക്ക് പോകുന്നു, അവിടെ ഇസ്തിഗാസ ചെയ്യുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ സ്വഹാബത്ത് പോകുന്നു, ഇസ്തിഗാസ ചെയ്യുന്നു. ഇതൊക്കെ ആ ദർഗയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ, ഇതിനെ പറ്റിയിട്ട് കേരളത്തിലൊരു മൗലവി പ്രസംഗിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഒരാൾ വേശ്യാലയത്തിലേക്ക് പോകുന്നു, ഒരാൾ ദർഗയിലേക്ക് പോകുന്നു. ഏതാണ് ഏറ്റവും അപകടകരം? വേശ്യാലയത്തിലേക്ക് പോകുന്നതിനേക്കാൾ അപകടകരം ദർഗയിലേക്ക് പോകല. ഞങ്ങൾ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താ? ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറയും, അങ്ങനൊക്കെ ആരോ പറയോ, ഇങ്ങനൊക്കെ മുസ്ലിങ്ങൾ പറയോ എന്ന് മനുഷ്യന്മാർ സംശയിക്കും. അതുകൊണ്ടാണ് ഇവരെ ലാഹിറാക്കി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേട്ടുനോക്കി ഒരു മൗലവി പ്രസംഗിക്കുന്നത്. ഒരാൾ വേശ്യാലയത്തിലേക്ക് പോകുന്നത് നമുക്ക് വലിയ തിന്മയാണ്, ആണ്, ഒരു സംശയമില്ല. ഒരാൾ മദ്യഷാപ്പിലേക്ക് പോകുന്നത്, ഒരാൾ ദർഗയിലേക്ക് പോകുന്നത്. ഇതിൽ ആരെ ഏറ്റവും വലിയ ബാല്യം? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളെ ഇമാം വെച്ച് പറഞ്ഞോളൂ. ഒരാൾ മദ്യഷാപ്പിലേക്കാ പോകുന്നത്, ഒരാൾ വ്യഭിചരിക്കാനാ പോകുന്നത്, ഒരാൾ ദർഗയിലേക്ക് തൊപ്പിയൊക്കെ ഇട്ട് വെള്ളക്കുപ്പായൊക്കെ ഇട്ട് എന്റെ മോള് തുണിയൊക്കെ എടുത്ത് താടിയൊക്കെ വെച്ച് മൈലാഞ്ചിയൊക്കെ പരത്തിയിട്ടാ പോകുന്നത്. ഇതിൽ ആരാണ് ഏറ്റവും വലിയ അക്രമി അള്ളാന്റെ മുമ്പിൽ? നിങ്ങൾക്ക് മടി തോന്നില്ല പറയാന്? എനിക്കൊരു മടിയില്ല. ആ ദർഗയിലേക്ക് പോകുന്നവന്റെ അത്ര ദുൽമ് മറ്റേ രണ്ടാക്കില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാരാണ് പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബിയുടെ സ്വഹാബത്താണ്. കണ്ടോ, ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ ഒരു സംഭവം പറയുന്നു. സിയാറത്തിനെ കുറിച്ചാണ് ചർച്ച. ആ സിയാറത്തിനെ പറ്റി പറഞ്ഞു, വമിൻ അഹ്സനി മാ യഖൂലു സായിറു, സിയാറത്ത് ചെയ്യുന്നവൻ പറയുന്നതിൽ നല്ല ഒരു കാര്യമാണ് മാ ഹക്കാഹുൽ മാവർദി വൽ ഖാളി അബു ത്വയ്യിബ്, മാവർദി ഇമാമും ഖാളി അബു ത്വയ്യിബും ഉദ്ധരിച്ചു. സ്വാഇറു അസ്വഹാബിന, നമ്മുടെ സ്വഹാബിങ്ങളിൽ മറ്റുള്ളവരും അനിൽ ഉത്ബി, ഉത്ബിയെ കുറിച്ച്, ഉത്ബി എന്ന് പറഞ്ഞൊരു മഹാനെ കുറിച്ച് മുസ്തഹ്സിനം ബിലഹു, അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ടവർ പറഞ്ഞൊരു സംഭവം. ഖാല കുന്തു ജാലിസൻ ഇൻദ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫജാ അഅറാബിയുൻ, അപ്പോഴതാ ഒരു അഅറാബി വരുന്നു. ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു. ആ ഖബറിനെ പറ്റിയാണ് മൗലവി ജാറമെന്ന് പറഞ്ഞത്. ജാറത്തിൽ പോകുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ആ വന്ന സ്വഹാബി അവിടെ നിന്ന് പറയുന്നു, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആയത്ത്. ആ ആയത്ത് ഓതിയിട്ട് വന്നാള് പറയുന്നു, വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, ഞാൻ അങ്ങയുടെ ഖബറിടത്തിലേക്ക് വന്നത് എൻ്റെ ദോഷം പൊറുപ്പിക്കാൻ വേണ്ടിയാണ്. മുസ്തശ്ഫിയം ബിക ഇലാ റബ്ബി, അല്ലാഹുവിലേക്ക് അങ്ങയെ ശുപാർശകനാക്കുവാൻ വേണ്ടിയാണ്. ശുപാർശ തേടിയിട്ട് വന്നതാണ്, ഇസ്തിഗ്ഫാർ തേടിയിട്ട് വന്നതാണ്. പിന്നീട് ഖബറിടത്തിൽ വെച്ച് മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മൗലവി ജാറമെന്ന് പറയും. റസൂലുള്ളാഹിന്റെ പരിശുദ്ധ ഖബറിൽ വെച്ച് അവിടെ നിന്നതാ ആ വന്ന വ്യക്തി പറയുന്നു, യാ ഖൈറ മൻദൂഫിനത് ബിൽ ഖാഇ അഅ്ലമുഹു ഫതാബ മിൻ തീബിഹിൻ നൽകാഉ വൽ അകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുകയാണ്. എന്നിട്ട് അവിടുത്തെ മധു പറയുന്നു, ഫതാബ മിൻ തീബിഹിന്നൽ കാഉ വല്ലകമു, തരിശു ഭൂമിയും അല്ലാത്ത ഭൂമിയുമൊക്കെ സുഗന്ധപൂരിതമായത് അങ്ങയെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന വാക്ക് നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു, എൻ്റെ ശരീരം സമർപ്പിതമാണ് അങ്ങ് കിടക്കുന്ന ഖബറിന് സമർപ്പിതമാണ്. ഏതാണ് ഈ ഖബർ? ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, ആ
ഖബറിൽ നിന്ന് മാപ്പ് കൊടുക്കലുണ്ടാകും, ധർമ്മം നൽകലുണ്ടാകും എന്നങ്ങ് പറഞ്ഞു. സുമ്മൻ സറഫ, അഅറാബി അങ്ങ് പോയി. ഫഹമലത്തിനി ഐനായ, ഞാൻ ഉറങ്ങിപ്പോയി. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗമി, അതാ ഒരു അഅറാബി റസൂലുള്ളാഹിന്റെ ഖബറിടത്തിൽ വന്ന് അവിടെ ഇസ്തിഗാസ ചെയ്യുന്നു, തിരുനബിയോട് സഹായം ചോദിക്കുന്നു. മറ്റൊരു സ്വഹാബി അത് കണ്ടു നിൽക്കുന്നു. അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. ഉറക്കിൽ അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് പറഞ്ഞു, അഅറാബിന്റെ അടുക്കൽ പോകണം. ഫബശ്ശിറുഹു ബി അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അല്ലാഹു പുറത്തു കൊടുത്തു എന്ന സന്തോഷ വാർത്ത അദ്ദേഹത്തോട് പോയി പറയണം എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സംഭവം ശറഹുൽ മുഹദ്ദബിന്റെ 8-ാം വാള്യം 274-ാമത്തെ പേജിൽ പറയുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബിദഅയിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ ഇവിടെ നടന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ഖബറിടത്തിൽ പോയി അവിടുന്ന് ഇസ്തിഗാസ ചെയ്തു. ഇമാം അബൂ ഹനീഫ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വിജ്ഞാനം എത്രയാണെന്നറിയോ? 10 ലക്ഷം ഹദീസ് ഇമാമിന് മനപ്പാടാണ്. 10 ലക്ഷം ഹദീസ് മാത്രമല്ല, ആ 10 ലക്ഷം ഹദീസ് ഉദ്ധരിച്ച റാവികൾ, അതിന്റെ സനദ്, അതിന്റെ ചരിത്രങ്ങൾ എല്ലാം മനപ്പാടമാണ്. അവിടെ നമ്മൾ ആധുനിക യുഗത്തിലെ വിജ്ഞാനത്തെ ഇതിനോടൊന്ന് സമരസപ്പെടുത്തണം. ഇപ്പോഴാകെ തെരഞ്ഞ് നമ്മൾ ആധുനിക സംവിധാനത്തോടുകൂടെ സെർച്ച് ചെയ്താൽ 1 ലക്ഷം ഹദീസ് കിട്ടും. പക്ഷെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനം 10 ലക്ഷം ഹദീസും അതിന്റെ ചരിത്രങ്ങളുമാണ്. ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വല്ല വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മമ്പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ മടവൂരിലേക്ക് പോകും, പവിത്രമായ മഹാന്മാരുടെ മഖ്ബറകളിലേക്ക് പോകും. അവിടുന്ന് അവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈദാ അറലലി ഹാജത്തുൻ സ്വല്ലൈതു റക്അതൈൻ, എനിക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിക്കും. സുമ്മ ജിഇതു ഇലാ ഖബ്രി അബി ഹനീഫത്തുൽ കൂഫി, അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്ക് പോകും. അസ്അലുല്ലാഹ തആല ഇൻദഹു അൽ ഹാജ, അവിടെ വെച്ച് അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കും. ഫമാ തബഉദു അന്നി ഹത്താ തഖ്ലിയ, താമസം വിനാ ഉത്തരം കിട്ടും. നമ്മളൊക്കെ പറയും മഹാന്മാരെ മഖ്ബറയിൽ പോയാൽ കാര്യം സാധിക്കുന്നു പറയും. ഇതാരാ പഠിപ്പിച്ചത്? 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. എന്താ കാരണം? മഹാന്മാർക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടെങ്കിൽ മരണശേഷവും ബറക്കത്തുണ്ട്, അവർ കിടക്കുന്ന സ്ഥലത്തിന് ബറക്കത്തുണ്ട്, അവിടെ ഖബറിന് ബറക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെ റൂഹുൽ ബയാനിൽ കാണാം, ബജറബസ്തിജാബത്തു ദുആഇ ഇൻദ ഖുബൂരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ദുആക്ക് ഉത്തരം കിട്ടൽ പതിവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടാണ് നമ്മളൊക്കെ മഖ്ബറയിൽ പോകുന്നത്. അള്ളാഹു ബഹുമാനിച്ച മഹാന്മാരെ ബഹുമാനിക്കുന്നു, അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നു. ഇതിനെപ്പറ്റിയാ ഇപ്പൊ ഒരു മൗലവി നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ആ മൗലവി പറഞ്ഞത് അതിനേക്കാൾ നല്ലത് വ്യഭിചാരാണെന്ന് പറയുമ്പോൾ ഈ പുത്തനാശയക്കാരുടെ പിഴവ് എത്രമാത്രം ഗൗരവകരമാണ് നമ്മൾ ആലോചിക്കണം. ഇതുപോലെ ഏത് കാര്യമെടുത്താലും നാം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് കാണിച്ചു തന്ന മാർഗമായിരിക്കും. നമ്മളാരും പെണ്ണുങ്ങളെയുമായി പള്ളിയിൽ പോവാറില്ല. ഈ കൊടിയത്തൂർ പ്രദേശം എല്ലാ വിഭാഗങ്ങളും ഉള്ളൊരു പ്രദേശമാണ്. കുറേ പള്ളികൾ, സുന്നികളുടെ പള്ളികളല്ലാത്തതിലൊക്കെ സ്ത്രീകളെ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ കൊണ്ടുപോകാറില്ല. കാരണം എന്താണത്? എന്താ സ്ത്രീകളെ കൊണ്ടുപോകാത്ത കാരണം? സ്ത്രീകൾക്ക് ഇസ്ലാം ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. പുരുഷൻ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ പുരുഷന് കൂലി കിട്ടും. സ്ത്രീകൾ അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി. സ്ത്രീകൾക്ക് മറ്റുത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇസ്ലാം ഒരു ആനുകൂല്യം കൊടുത്തു. പുരുഷൻ ജമാഅത്തിന് പോകുമ്പോൾ നിങ്ങൾ പോവണ്ട, പുരുഷൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇബാദത്തെടുത്ത് ജീവിച്ചാൽ മതി. അവർക്ക് മറ്റു പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട്, പുരുഷനേക്കാൾ കുറെ ബാധ്യതകൾ ഉള്ളതുകൊണ്ട് ഇസ്ലാം കൊടുത്തൊരു ആനുകൂല്യമാണ് പെണ്ണിന് പള്ളിയിൽ വെച്ച് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത്. ആ ആനുകൂല്യത്തെ ഹനിക്കുന്നവരാ പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നവർ. അത് മുജാഹിദാവാം, തബ്ലീഗാവാം, ജമാഅത്താവാം, ഏത് വിഭാഗം ആയിക്കോട്ടെ. നാം മനസ്സിലാക്കണം, അസ്മാഉ ബിൻത് അബി യസീദ്, നിങ്ങൾ നോർക്കത്തെറുതിയത്തിൽ അസ്മാഉ ബിൻത് അബി യസീദ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നു.
വന്നിട്ട് കുറച്ച് ഗൗരവത്തിൽ ചോദ്യം ചോദിക്കുന്ന ഒരു പുണ്യ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ വനിതകളിൽപ്പെട്ട ഒരു വനിതയാണ് അസ്മാഉ ബിൻത് അബി യസീദ്. വന്നിട്ട് ചോദിച്ചു, നബിയേ ഇന്നക ബുഇത്ത ഇല റിജാലി വന്നിസാഇ സവാഅ, പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും കൂടി അയക്കപ്പെട്ടതല്ലേ നബി ഞങ്ങളെ? റസൂലുള്ളാഹി പറഞ്ഞു, അതെ ആണ്, പുരുഷന്മാരും സ്ത്രീകളിലേക്കും കൂടി അയക്കപ്പെട്ട ആളാണ്. എന്നിട്ട് ഉടനെ തന്നെ അസ്മാഉ ബീവി ചോദ്യത്തിന്റെ ശൈലി മാറ്റി, ഇന്ന മഅശിറുൻ നിസായി മഖ്സൂറാത്തുൻ മഹ്സൂറാത്തുൻ ഖവായിദു ബുയൂത്തിക്കും തുഖ്വാ ശഹവാത്തിക്കും, ഞങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങൾ ദുർബലരാണ്, ഗർഭം ചുമക്കും ഞങ്ങളാണ്, വീട്ടിലെ ജോലികൾ ഞങ്ങൾക്കാണ്, ഇങ്ങനെ ഞങ്ങൾക്ക് കുറെ കഷ്ടപ്പാടുണ്ട്. ഇന്നക്കും മഅശിറുർ റിജാൽ ഫുള്ളിൽതും അലൈനാ ബിൽ ജുമുഅത്തി വൽ ജമാഅ, നിങ്ങൾക്ക് ജുമാക്ക് പോയാൽ കൂലി കിട്ടും, ജമാഅത്തിന് പോയാൽ കൂലി കിട്ടും. ഇതെന്താ നബി ഇങ്ങനെ? പുരുഷന്മാർക്കും സ്ത്രീകളിലേക്കും കൂടി അയക്കപ്പെട്ട ആളല്ലേ അങ്ങ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് ചിരിച്ചു. ഹത്ത റസൂലുള്ളാഹിയുടെ പല്ല് വെളിവാകുന്ന പോലെ ചിരിച്ചു എന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ സമിഅതും മഖാലത ഇംറഅത്തിൻ ഖത്തു, ഒരു പെണ്ണ് ഇങ്ങനെ ന്യായം പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ച് അസ്മാ ബീവിക്ക് ഒരു പിന്തുണ നൽകിയിട്ട് അസ്മാ ബീവിയോട് പറഞ്ഞു, വഅലമി മൻ ഖൽഫകി മിനൻ നിസാ. ആദ്യം തന്നെ അസ്മാ ബീവി പറഞ്ഞു, ഞാനിവിടെ വന്നത് എൻ്റെ അഭിപ്രായം പറയാനല്ല, എൻ്റെ പിന്നിൽ കുറേ പെണ്ണുങ്ങളുണ്ട്, അവർക്കൊക്കെ കുല്ലുഹുന്ന, അവർക്ക് മുഴുവനും എൻ്റെ അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് നബിയെ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൂടിയുള്ള നബിയല്ലേ, അവർക്ക് പള്ളിയിൽ പോയാൽ കൂലി, ഞങ്ങൾക്ക് കൂലിയില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അസ്മാഉ ബിൻത് അബി യസീദ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, വഅലമി മൻ ഖൽഫകി മിനൻ നിസാ, നിന്റെ പിന്നിലുള്ള പെണ്ണുങ്ങളോട് നീ അറിയിപ്പ് കൊടുക്കണം, ഇന്ന ഹുസ്ന തബഉലി ഇഹ്ദാ കുന്ന ലിസൗജിഹാ തലബിഹാ മർളാതിഹി വത്തിബാഉ മുവാഫഖതിഹി യഅദിലു ദാലിക കുല്ലി. എല്ലാത്തൊരു വർത്താനാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര് മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? നിങ്ങൾ വീട്ടിൽ അടങ്ങിയൊതുങ്ങി കട്ടതനുഭവിച്ചുകൊണ്ട് ഇബാദത്തെടുത്ത് വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അത് തുലനമിക്കും, തുല്യമാകും, ദാലിക കുല്ലിഹി, അപ്പറഞ്ഞ പുരുഷന്റെ ജമാഅത്ത് ജുമുഅ അതിനൊക്കെ തുല്യമായ കൂലി നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്തൊരു ആനുകൂല്യമാണ്. അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവർക്ക് കൂലി കിട്ടുമെന്നുള്ളത്, പള്ളിയിൽ പോവാൻ അവരോട് കൽപ്പനയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളാരും പെണ്ണിനെ പള്ളിയിൽ വിടാത്തത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബിയുടെ സൗദത്തിൽ വന്നു മുഹമ്മദിൻ സാഇദി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ അങ്ങയുടെ കൂടെ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കട്ടെ. എൻ്റെ ഉമ്മമാര് ചിന്തിക്കണം, ഏതു പള്ളി? മദീനത്തെ പള്ളി. അവിടെ ആരാ ഇമാമ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. മഅ്മൂമീങ്ങൾ ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, തിരുനബിയുടെ സ്വഹാബത്ത്. ഇവിടത്തെ പള്ളിയിൽ, ഈ കൊടിയത്തൂരിലെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ മദീനത്തെ പള്ളി നിസ്കരിച്ചാൽ ഇവിടെ ഒരു റക്അത്ത് നിസ്കരിക്കുന്നു, ആ ഒരു റക്അത്ത് മദീനത്തെ പള്ളിയിലാണെങ്കിൽ 1000 റക്അത്ത് അല്ല 10000 റക്അത്ത് കൂലി അധികം കിട്ടുന്ന മദീനത്തെ പള്ളി. ഇമാമു മുത്ത് റസൂൽ, സ്വഹാബത്തിൻ മഅ്മൂമിങ്ങൾ ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കട്ടെ എന്ന് മുഹമ്മദിൻ സാഇദി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, മോളെ, നിന്റെ വീടിന്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഉത്തമം, അതുകൊണ്ട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞയച്ചു. സ്വഹീഹ ഹദീത്താണ്, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീത്താണ്. നാം മനസ്സിലാക്കണം, ഇങ്ങനെ റസൂൽ കാണിച്ചു തന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുണ്ട്, പെൺമക്കളുണ്ട്. മാ അലിംതു മിൻകുന്ന ഇംറഅതൻ ഖറജത് ഇലാ ജുമഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഫീ ലൈലിൻ വലാ നഹാർ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ അല്ലെങ്കിൽ പെൺമക്കളോ ആരും പള്ളിയിൽ പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത് 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കി ഇമാമുന ശാഫിഈയാണ്. നേരാം വണ്ണം 4 ഹദീസ് നിവർന്നു നിന്ന് ചെല്ലാൻ ധൈര്യമില്ലാത്ത മൗലവിമാര് പറയാ എന്നാ ഹദീസിലുള്ളത് പെണ്ണിന് പള്ളിയിൽ പോവണമെന്നാ നമ്മൾ ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ. അതുകൊണ്ടാ സ്വഹാബത്ത് ഏത് നിലപാടാ ഇത് സ്വീകരിച്ചത്? അബൂബറസ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഫലം യജിദു ഉമ്മ വലദിഹി ഫിൽ ബൈത്തി, വീട്ടിലൊരു പെണ്ണിനെ കാണുന്നില്ല. അപ്പൊ പറഞ്ഞു, ഖറജത്തിൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്തോ ആവശ്യത്തിന് പോയതാ.
വന്നപ്പോൾ സ്വാഹബിഹ അട്ടഹസിച്ച് ദേഷ്യം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ അമറകുന്ന യഖിർന ഫീ ബുയൂതികുന്ന, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാനാണ്. വലാ യതീന മസ്ജിദൻ വലാ യത്തബീന ജനാസത്തൻ, പള്ളിയിൽ പോവരുത്, ജനാസയുടെ പിന്നാലെ പോവരുത്, ഇത് അല്ലാഹു തആല പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് സ്വഹാബി കാർക്കശത്തിന്റെ ശൈലിയിൽ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ സ്വഹാബത്ത് പള്ളികൾ നിർമ്മിച്ചു. കാസർഗോഡ് മാലിക് ദിനാർ പള്ളി, കൊടുങ്ങല്ലൂരിലെ പള്ളി, മാടായിലെ പള്ളി, ആ പള്ളികളെല്ലാം നിർമ്മിച്ചപ്പോൾ അവരുടെ ഭാര്യമാരുണ്ട്, പെൺമക്കളുണ്ട്, അവരെ ആരെയും പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ഒരു പതിവ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരാരും പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകാതിരുന്നത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളി കൊണ്ടുപോവാതിരുന്നത്. എന്നാൽ മുജാഹിദീങ്ങൾ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയി പുറത്തിറക്കി. ഇപ്പൊ അവര് ഒരു പുതിയ ആശയത്തിലേക്ക് കൂടെ എത്തി. കാരണം അവരെ പള്ളിയിലൊക്കെ മറ ഉണ്ടാവൂലേ. മുജാഹിദിന്റെ പള്ളിയിൽ പെണ്ണുങ്ങളും പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ മറയിടും. എന്നാൽ ഇപ്പം മുജാഹിദീങ്ങൾ ഒരു പുതിയ ഗവേഷണത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഗവേഷണം തുടങ്ങിയത്. ആ ഗവേഷണം തുടങ്ങിയ മൗലവി ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല. അയാൾ പറയാ, നമ്മൾ ഈ പള്ളിയിൽ മറയിടലുണ്ടല്ലോ, ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചിട്ട് മറടുന്ന പരിപാടി ഉണ്ടല്ലോ, ആ മറടുന്ന ബിദ്അത്ത എന്ന് പറഞ്ഞാൽ അനാചാരാണ്. അതിപ്പോ നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണ്, അത് ശരിയുള്ള പരിപാടിയല്ല. ഈ മറന്റെ അപ്പുറത്താക്കാൻ പറ്റൂല. ഞാൻ 50 കൊല്ലം ഒരു പള്ളിയിൽ ഖത്തീബായി, എന്നിട്ട് ഇന്നെ ഒരു പെണ്ണും കാണില്ല എന്ന് ഒരു മൗലവി പ്രസംഗിക്കുന്നു. മുസ്ലിം ഈ സന്ദർഭത്തിൽ വരെ നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ച ഉത്തമം എന്ന് പറഞ്ഞാൽ അതിന് മറ വരട്ടില്ല. ഇത് നമ്മളൊരു വിദ്യാർത്ഥാണ് കേട്ടോ. പെണ്ണുങ്ങളെ പ്രത്യേകം കൂട്ടിൽ മറന്റെ ഉള്ളിലാക്കിയത്. നേരെ പുരുഷന്റെ പിന്നിൽ തന്നെയാണ് സ്ത്രീകൾക്ക് സ്ഥലത്താക്കിയത്. കാരണം ഖത്തീബിനെ കണ്ടേ, ഖത്തീബിനെ കാണണ്ടേ. എന്നിട്ട് അയാൾ പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു പള്ളിയിൽ 50 കൊല്ലം ഇമാമ കുത്തുപോതിയാൽ പെണ്ണുങ്ങൾക്ക് ഏതാ നമ്മളെ ഖത്തീബ് എന്ന് അറിയില്ല. ഈ സംവിധാനം തന്നെ വിദാത്ത. നേരെ മറിച്ച് ഹജ്ജിലൊക്കെ നോക്കി എന്താണ് ഈ സമീപനം തന്നെ വിദഗ്ധാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി. ആ കൊണ്ടുപോയപ്പോ ഒക്കെ മുജാഹിദീങ്ങൾ എന്താ നമ്മളോടൊക്കെ പറഞ്ഞത്? അത് പുരുഷന്മാരുമായി ഇടകലരില്ലേ, പെണ്ണിനങ്ങനെ പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇഖ്തിലാത്തുണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, നമ്മൾ മറക്കപ്പുറത്ത പെണ്ണുങ്ങളുണ്ടായാലും ഞങ്ങളെ പള്ളിയിൽ നിങ്ങൾ വന്നു നോക്കാത്തോണ്ടാണ്. ഇപ്പൊ മുജാഹിദീങ്ങൾ ആ നിയമത്തിൽ നിന്നൊക്കെ പോയി ഈ മറ ഒഴിവാക്കണം. ഇനി ആ മൗലവി പറയുന്നുണ്ട്, അയാൾ പിന്നെ പറയണത് നമ്മൾ ഒരു മറയും വേണ്ട, പരസ്പരം പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇടകലം തന്നെ നിൽക്കേണ്ടത് എന്ന് ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. മുജാഹിദീങ്ങൾ ഇപ്പൊ എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദ് من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. എൻ്റെ സംസാരം നിർത്തുകയാണ്. വന്നിരായ ഉസ്താദ് അവർകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദിൻ്റെ സാരവത്തായ ഉപദേശം കേൾക്കാനാണ് നിങ്ങളെല്ലാവരും തടിച്ചുകൂടിയത്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ റഹ്മാനായ റബ്ബൊരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന വസിയത്തോട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.